നെക്സ്റ്റ് സെക്ഷൻ 1.2 ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്റ്റ് ആൻഡ് ഡിഫറൻസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് 0/0 ഫോം, ഇൻഫിനിറ്റി ഫോം. ഇനി 0.∞ എന്നോ അല്ലെങ്കിൽ ∞ എന്ന് പറയുന്ന ഫോമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലം 8, ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എക്സ് കോട്ട് എക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 0 പ്ലസ് 0 മൈനസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിയൽ എൻ്റെ എക്സ് ആക്സിസ് ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിസ് ഇത് വരയ്ക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് ഇവിടെ 0. ഇപ്പോൾ 0 നമുക്ക് പോസിറ്റീവ് 0 ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം. അതേമാതിരി തന്നെ 0 ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ നമ്മൾ 0 അപ്രോച്ച് ചെയ്യുന്നതിന് 0 മൈനസ് എന്നും ഈ സൈഡിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് 0 പ്ലസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആ പ്ലസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളത് എല്ലാതും അതേമാതിരി തന്നെ. ഇനി ഇവിടെ നോക്കാം, നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എക്സ് കോട്ട് എക്സ് എന്ന് പറയും. അപ്പോൾ എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് 0 ഇൻറ്റു കോട്ട് 0 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ 0 ഇൻറ്റു കോട്ട് 0 എന്ന് പറയുന്നത് 0 ഇൻറ്റു കോട്ട് 0 എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റിയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കോട്ട് 0 ഇൻഫിനിറ്റി എന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോട്ട് 0നെ നമുക്ക് കോട്ടിനെ 1/tan എന്ന് നമുക്ക് എഴുതാറുണ്ട്. ഇപ്പോൾ 1/tan0 എന്ന് പറയാറുണ്ട്. tan 0ൻ്റെ വാല്യൂ നമുക്ക് 0 ആണെന്ന് അറിയാം. ഇപ്പോൾ 1/0 വരും. 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് പറയുന്നത് 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫോമിൽ വന്നത്. അങ്ങനെ 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫോമിൽ വന്നതുകൊണ്ട് നമ്മളിതിനെ എന്ത് ചെയ്യാണ്, ഒന്ന് മാറ്റി എഴുതാൻ പോവുക. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് അതിനെ മാറ്റി എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു കോട്ടെക്സ് അല്ലേ. എക്സ് ഇൻറ്റു കോട്ടെക്സിന് നമ്മൾ എന്ത് ചെയ്തും, എക്സ് ഇൻറ്റു കോട്ടെക്സിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും 1/tan x. അതായത് നമുക്ക് ട്രിഗ്ണോമെട്രിക് റിസൾട്ട് നമ്മൾ പ്ലസ് ടുവിലൊക്കെ ഒരുപാട് പഠിച്ചതാണ്. കോട്ടെക്സ് ഇസ് ഈക്വൽ ടു 1/tan x. അതിനത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ tan x എന്ന്. ഇനി വീണ്ടും നമ്മൾ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്, 0 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ എക്സിന് 0 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, 0 ഡിവൈഡഡ് ബൈ എന്ത് വരും, tan 0 എന്ന് വരും അല്ലേ. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ tan 0 വിച്ച് ഈസ് ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ tan 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് വരിക, വീണ്ടും 0 എന്ന് വരിക അല്ലേ. അപ്പോൾ എന്ത് വരും, 0/0 എന്ന് വരും അല്ലേ. അപ്പോൾ എഗെയിൻ ഇത് എന്ത് ഫോമിലാണ്, 0/0 ഫോമിൽ. അങ്ങനെ 0/0 ഫോമിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോപ്പിത്താൾ റൂൾ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലോപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യുക. ലോപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d/dx ഓഫ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 അല്ലേ. ഇനി അതുമാതിരി തന്നെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, d/dx ഓഫ് tan x വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് sec² x അല്ലേ. അപ്പോൾ എന്ത് വരും 1/sec² x എന്ന് വന്നു അല്ലേ. അപ്പോൾ 1/sec² x. അടുത്തത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് sec² x നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/sec x² എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. 1/sec² എന്ന് പറയാം. ഇനി sec 0ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. sec 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ നമുക്ക് എന്ത് വരും 1/1² വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും 1/1² വിച്ച് ഈസ് ഈക്വൽ ടു 1/1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു 1 എന്ന് കിട്ടി അല്ലേ. ഇപ്പോൾ sec xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എഴുതാൻ അറിയില്ലെങ്കിൽ sec xന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 1/1 എന്ത് എഴുതാൻ പറ്റും, നമുക്ക് cos x വിച്ച് ഈസ് all² എന്ന് പറയുന്നത് എഴുതാൻ പറ്റും. 1/1 cos 0 എന്ത് വരും, cos 0 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും 1/1 ഇവിടെ സ്ക്വയർ ഉണ്ട്. cos 0 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താ 1 all² അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും 1/1 വിച്ച് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഒരു പ്രോബ്ലത്തിലുണ്ട്. ഇനി അടുത്ത പ്രോബ്ലം നമ്മൾ നോക്കുക. ഇവിടെ നമ്മളെന്ന് പറയുന്നത് എന്താണ്, എക്സ് വിൽ ബി അപ്രോച്ചിങ് ടു എന്ത് പറയുക 0 പ്ലസ് 0 പ്ലസ്സിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എക്സ് ln x എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എക്സിന് നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ln 0 എന്ന് വരും അല്ലേ. 0 ഇൻറ്റു ln 0 എന്ന് പറയുന്നത് എന്താ വരിക, ഇൻഫിനിറ്റി വരെ. നമുക്ക് പ്ലസ് 0 പ്ലസ്സിലോട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യണത്. 0 പ്ലസ്സിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് വരും, -∞ എന്ന് വരും. അപ്പോൾ അത് ഏത് ഫോമുല, 0 ഇൻറ്റു -∞ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണ് അല്ലേ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക പറഞ്ഞത് ഇങ്ങനെ എന്ത് ചെയ്ത്, ഈ ഇവിടെ ഇൻറ്റു എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ln ഡിവൈഡഡ് ബൈ 1/x എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ln x ഡിവൈഡഡ്
ബൈ നമ്മുടെ കയ്യിൽ എന്താ 1/x. ഇതിനെ നേരെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ln(x) ഡിവൈഡഡ് ബൈ ഈ താഴെ കിടക്കണ 1/x അല്ലേ, അതിനെ തലതിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് വരിക x × 1. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ അല്ലേ x ln(x) ഡിവൈഡഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ് x ln(x) എന്ന് തന്നെ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുകയാണ് x ln(x) ഡിവൈഡഡ് ബൈ 1/x എന്ന് പറയുന്ന ഫോമിലോട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അത്രയും കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സിന് പകരം 0 കൊടുക്കുക. എക്സിന് പകരം 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ln(0) ഡിവൈഡഡ് ബൈ 1/0 എന്ന് വരും അല്ലേ. ln(0) എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 0 പ്ലസ് ആയതുകൊണ്ടാണ് -∞. ln(0) എന്ന് പറയുമ്പോൾ 0 തന്നെ വരും. അപ്പോൾ -∞ ബൈ 1/0. 1/0 എന്ന് പറഞ്ഞാൽ 1നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -∞/∞. അപ്പോൾ നമുക്ക് കിട്ടിയ ഫോം എന്താണ്, ∞/∞ ഫോം. Therefore we can apply L'Hopital rule, that is we are differentiating numerator and denominator separately. By differentiating the numerator, numerator differentiate ചെയ്യുമ്പോൾ എന്താ വരിക, d/dx of ln(x). d/dx of ln(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും 1/x എന്ന് വരും അല്ലേ. ഇനി അതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, 1/x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 1/x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, -1/x² എന്ന് പറയുന്നത്. അതായത് d/dx ഓഫ് 1/x വിച്ച് ഈസ് ഈക്വൽ ടു -1/x². ഇത് നിങ്ങൾ പണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാത്തത്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ നമ്മുടെ കയ്യിലുള്ളത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ്, ഞാൻ അത് എഴുതുന്നില്ല, 1/x വോൾ ഡിവൈഡഡ് ബൈ -1/x² എന്ന് പറയും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/x ഇൻറ്റു ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, തലതിരിച്ച് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും, x² ഡിവൈഡഡ് ബൈ -1 എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതിലൊരു എക്സും ഇതിലൊരു എക്സ് കൂടിയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, x ഡിവൈഡഡ് ബൈ -1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, -x എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ എന്താ കിട്ടിയത്, ദിസ് ടേം വിൽ ബി ഈക്വൽ ടു -x. അതാണ് നമ്മുടെ അടുത്തത് എഴുതിയിരിക്കുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് -x വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, -x. ഇനി നമുക്ക് എന്ത് ചെയ്യുകയാണ്, എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് തന്നെ കിട്ടും, 0 എന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പ്രോബ്ലം 9 പറയുന്നത് എന്താണ്, ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്. ഈ ലിമിറ്റൊക്കെ നമ്മളോട് എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു π/2 മൈനസ് x tan x മൈനസ് 1/2 π sec x എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു π/2 മൈനസ് x tan x മൈനസ് 1/2 ഇൻറ്റു π sec x. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സിന് പകരം π/2 എന്ന് നമ്മൾ കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് വരിക, π/2 ഇൻറ്റു tan π/2 മൈനസ് 1/2 ഇൻറ്റു പൈ ഇൻറ്റു നമുക്ക് എന്ത് വരും, സീക്ക് π/2 എന്ന് നമുക്ക് വരും അല്ലേ. അപ്പോൾ tan π/2ൻ്റെ വാല്യൂ എന്താണ്, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരാം, π/2 ഇൻറ്റു ഇൻഫിനിറ്റി മൈനസ് 1/2 പൈ ഇൻറ്റു സീക്ക് π/2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ഇതെന്ന് അതായത് ഇൻഫിനിറ്റീനെ നമ്മളൊരു π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് തന്നെ വരിക, ഇൻഫിനിറ്റി. സോ അതെന്ന് പറയുന്നത് ഏത് ഫോമുല ആയിരിക്കും, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫോമുല ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് ഏത് ഫോമുലാണ്, വിച്ച് ഈസ് ഓഫ് ദ ഫോം ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയും. അപ്പോൾ ഇനി നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നടത്തുകയാണ്. റീഅറേഞ്ച്മെൻറ്റ്സ് എങ്ങനെ നടത്തുന്നത്, tan x-ന് പകരം tan x = എന്താണെന്ന് നമുക്കറിയാം, sin x ഡിവൈഡഡ് ബൈ cos x ആണ്. അപ്പോൾ നമ്മൾ അതിന് ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി നമുക്കിവിടെ എന്തുണ്ട്, 1/2 പൈ ഉണ്ട്. 1/2 പൈനെ നമുക്ക് π/2 എന്ന് എഴുതാം. sec x-ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/cos x എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, π/2 cos x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ മാറ്റിയിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയത്. x ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് പൈ ഡിവൈഡഡ് ബൈ 2 കോസ് എക്സ് എന്ന് നമ്മൾ എന്ത് ചെയ്ത് അതിനെ മാറ്റി എഴുതി. ഇനി വീണ്ടും നമ്മൾ ഇതേമാതിരി എക്സിന് π/2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. π/2 എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്നത് ഏത് ഫോമുല തന്നെയാണ്, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമുല തന്നെയാണ്. കാരണം എന്താ, സൈൻ π/2ൻ്റെ വാല്യൂ എന്താണ് 1, കോസ് π/2ൻ്റെ വാല്യൂ എന്താ 0. അപ്പോൾ 1/0 എന്ന് വരുമ്പോൾ നമുക്കത് എന്തായിട്ട് മാറും, ഇൻഫിനിറ്റി ആയിട്ട് മാറും. അതിന് വീണ്ടും ഇതെന്ന് പറയുന്നതും π/2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് π/2 എന്ന് പറയുമ്പോൾ എന്താ വരും, 0 വരും. അപ്പോൾ π/2 ഇൻറ്റു 0, അപ്പോൾ π/0 എന്ന് വരും, അത് ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ അഗെയിൻ വിച്ച് ഈസ് ഓഫ് ദ ഫോം എന്താ പറയുക,
ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫോമിലാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമിനെ ഇതും കൊണ്ട് ഗുണിക്കുക, ഈ ടേമിനെ ഇതിനും കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ഈ രണ്ട് ടേംസ് കൂടി ഗുണിക്കുക. അങ്ങനെ ഗുണിച്ച് എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരും എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു 2 കോസ് എക്സ് മൈനസ് പൈ ഇൻറ്റു കോസ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും നമുക്ക് കോസ് എക്സ് ഇൻറ്റു 2 കോസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നോക്കാം, ന്യൂമറേറ്ററിൽ നോക്കാം. ഇവിടെ നമുക്കൊരു കോസ് എക്സ് ഉണ്ട്, അതുമാതിരി തന്നെ ഇതിലും എനിക്ക് എന്തുണ്ട്, ഒരു കോസ് എക്സ് ഉണ്ട്. അപ്പോൾ ആ കോസ് എക്സിനെ പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, കോസ് എക്സ് ഇൻറ്റു ഇനി ഇവിടെ ബാക്കി ഏത് ടേംസ് ഉള്ളത്, എക്സ് സൈൻ എക്സ് ബാക്കിയുണ്ട് അല്ലേ, മൈനസ് ഇനി ഇവിടെ ബാക്കിയുള്ള ടേം എന്താ, പൈ ഉണ്ട്. ഇപ്പോൾ പൈ വോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തൊക്കെയുള്ളത്, കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു 2 കോസ് എക്സ് എന്ന് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറും, ഈ കോസ് എക്സും ഈ കോസ് എക്സ് കൂടി നമുക്ക് എന്ത് ചെയ്ത് പോകും, ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് നമുക്കത് എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് മൈനസ് പൈ, സോറി ഇവിടെ ഒരു 2 കൂടി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളിവിടെ നിന്ന് ഒരു 2 കൂടി എടുത്ത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ 2 കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ 2x സൈൻ എക്സ് മൈനസ് പൈ വോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും, 2 കോസ് എക്സ് എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളത് സിംപ്ലിഫൈ ചെയ്തത്. അങ്ങനെയാണ് നമുക്കിത് എന്ത് കിട്ടിയത്, ഇവിടെ നോക്കിക്കേ, എക്സ് ടെൻഡിങ് ടു പൈ ബൈ 2 2x സൈൻ എക്സ് മൈനസ് പൈ വോൾ ഡിവൈഡഡ് ബൈ 2 കോസ് എക്സ് എന്ന് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്, എക്സിന് പൈ ബൈ 2 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ഇവിടെ എന്ത് വരും, 2 ഇൻറ്റു പൈ ബൈ 2 ഇൻറ്റു സൈൻ പൈ ബൈ 2 മൈനസ് പൈ വോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് പൈ ബൈ 2 എന്ന് നമുക്ക് കിട്ടും. കോസ് പൈ ബൈ 2 എന്ന് കിട്ടും. ഇപ്പോൾ സൈൻ പൈ ബൈ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താ, 1 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറും, 2 ഇൻറ്റു പൈ ബൈ 2 ഇൻറ്റു 1 മൈനസ് പൈ വോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് പൈ ബൈ 2ൻ്റെ വാല്യൂ എന്താ, 0 എന്ന് വരും അല്ലേ. ഇനി ഈ 2ഉം 2 കൂടിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ നമുക്ക് എന്താ ഉണ്ടാവുക, പൈ മൈനസ് പൈ വോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, പൈ മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0/0 ഫോം. സോ again which is of the form 0/0 എന്ന് പറയുന്ന ഫോമിലാണ്. therefore we can apply the L'Hopital rule. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, L'Hopital rule എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ L'Hopital rule എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ എന്താണ്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്തൊരു d/dx ഓഫ് ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. d/dx ഓഫ് 2x ഇൻറ്റു സൈൻ എക്സ് മൈനസ് പൈ എന്ന് നമുക്ക് വരും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, d/dx ഓഫ് 2 സൈൻ 2x ഇൻറ്റു സൈൻ എക്സ് മൈനസ് d/dx ഓഫ് പൈ എന്ന് വരും. d/dx ഓഫ് പൈ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, പൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ്. അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. പിന്നെ ഇതിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ നമുക്ക് ബാക്കി എന്താ ഉണ്ടാവുക, d/dx ഓഫ് 2x ഇൻറ്റു സൈൻ എക്സ് എന്ന് നമുക്ക് വരും അല്ലേ. ഇപ്പോൾ d/dx ഓഫ് 2x ഇൻറ്റു സൈൻ എക്സ് എന്ന്. ഇനി നോക്കിക്കേ, ഇത് പ്രൊഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട്, അവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്, 2x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും അതുമാതിരി തന്നെ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, എന്ത് കിട്ടും, 2x cos x പ്ലസ് 2 sin x എന്ന് പറയും. ഇനി അതേമാതിരി തന്നെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, d/dx ഓഫ് 2 cos x, 2 കോൺസ്റ്റൻ്റ് ആണ്, 2 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, 2 ഇൻറ്റു d/dx ഓഫ് cos x വിച്ച് ഈസ് ഈക്വൽ, അതെന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 2 ഇൻറ്റു മൈനസ് സൈൻ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു -2 sin x എന്ന് പറയും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സിന് π/2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിന് π/2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരിക, 2 ഇൻറ്റു π/2 ഇൻറ്റു cos π/2 പ്ലസ് 2 ഇൻറ്റു സൈൻ π/2 വോൾ ഡിവൈഡഡ് ബൈ -2 സൈൻ π/2 എന്ന് നമുക്ക് കിട്ടും അല്ലേ.
പിന്നെ കോസ് പൈ ബൈ ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ മൊത്തം ടേം എന്ന് പറയുന്നത് എന്തായിട്ട് 0 ആയിട്ട് മാറും. ദെൻ നമുക്ക് എന്ത് വരും 2 ഇൻറ്റു സൈൻ പൈ ബൈ ടുവിൻ്റെ വാല്യൂ എന്താ 1 വോൾ ഡിവൈഡഡ് ബൈ -2 ഇൻറ്റു സൈൻ പൈ ബൈ ടുവിൻ്റെ വാല്യൂ എന്താ 1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ -2 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും -1 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു ആൻസർ വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരുന്നു, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/sin x -1/x എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്തതെന്ന് നോക്കാം. എക്സ് 0 പ്ലസ്സിലോട്ട് നമുക്ക് 0 എക്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലല്ലേ. ഇപ്പോൾ ഇതാണ് 0 എന്ന് പറയുന്നതെങ്കിൽ 0നെ ഈ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം, ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് 0ലോട്ട് അപ്രോച്ച് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ പറയുന്നത് എക്സ് 0 പ്ലസ്സിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സൈൻ എക്സ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും, 0ലോട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇനി 1/sin x -1/x എന്ന് പറയുന്നത് എവിടത്തോട്ട് അപ്രോച്ച് ചെയ്യുമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ 1 എന്ത് വരും, നമുക്ക് sin 0 -1/0. sin 0 എന്ന് പറയുന്നത് എക്സ് 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് sin 0 എന്ന് പറയുന്നത് എവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നത് 0ലോട്ട് അല്ലേ. അപ്പോൾ അതെന്തായിട്ട് പറയും 1/0 -1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം. അപ്പോൾ അതെന്ന് പറയുന്നത് എഗെയിൻ ഈസ് ഓഫ് ദ ഫോം ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇനി എക്സ് 0 മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 മൈനസിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്തും സൈൻ എക്സ് എന്ന് പറയുന്നത് എവിടത്തോട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നത് 0 മൈനസിലോട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സിമിലർലി നേരത്തെ കണ്ട മാതിരി തന്നെ 1/sin x -1/x എന്ന് പറയുന്നത് അപ്രോച്ച് ചെയ്യുന്നത് -ഇൻഫിനിറ്റി -ഇൻഫിനിറ്റി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി + ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നതും വീണ്ടും ഏത് ഫോമിൽ തന്നെയാണ്, ഇൻഫിനിറ്റി -ഇൻഫിനിറ്റി ഫോമുല. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് മാറ്റി എഴുതാം. തന്നിരിക്കുന്നതിനെ മാറ്റി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത് 1/sin x -1/x. അതിനൊന്ന് മാറ്റി എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. എക്സിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എഴുതുന്നു അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, സൈൻ എക്സ് വോൾ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. അതാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, റീഅറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ട് എഴുതിയിട്ടുള്ളത്. ദെർഫോർ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/sin x -1/x വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഈ ടേമിന് പകരം അല്ലേ, അതായത് ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മളിവിടെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 നമ്മൾ എക്സിന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 0 മൈനസ് സൈൻ 0 ഡിവൈഡഡ് ബൈ 0 ഇൻറ്റു സൈൻ 0 എന്ന് വരും അല്ലേ. ഇപ്പോൾ 0 മൈനസ് സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 0 മൈനസ് 0 വോൾ ഡിവൈഡഡ് ബൈ 0 ഇൻറ്റു സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 വിച്ച് ഈസ് ഈക്വൽ ടു 0/0 ഫോം. സോ വിച്ച് ഈസ് എഗെയിൻ ഈസ് ഓഫ് ദ ഫോം 0/0. അതെന്ന് പറയുന്നത് വീണ്ടും ഏത് ഫോമിലാണ്, 0/0 എന്ന് പറയുന്ന ഫോമിലാണ്. ദെർഫോർ വി ക്യാൻ അപ്ലൈ ലോപിതാൽ റൂൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ എന്ന് പറയുന്നതിനെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നതിനെയും സെപ്പറേറ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇപ്പോൾ ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 - cos x എന്നും, ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d/dx ഓഫ് എക്സ് സൈൻ എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോമുല കിട്ടുന്നത്, സൈൻ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ് എന്ന് പറയുന്ന ഫോമുല തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വീണ്ടും കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ എക്സിന് 0 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 1 - cos 0 വോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും, സൈൻ 0 + 0 ഇൻറ്റു cos 0 എന്ന് വരും അല്ലേ. cos 0ൻ്റെ വാല്യൂ എന്താ 1. ഇപ്പോൾ 1 - 1 വോൾ ഡിവൈഡഡ് ബൈ സൈൻ 0ൻ്റെ വാല്യൂ എന്താ 0 + 0 ഇൻറ്റു 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1 0, ദെൻ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് വരും 0. അപ്പോൾ വിച്ച് ഈസ് എഗെയിൻ ഈസ് ഓഫ് ദ ഫോം 0/0 ഫോം. അതെന്ന് പറയുന്നത് വീണ്ടും എന്ത് തന്നെയാണ്, 0/0 ഫോമിലാണ്. അപ്പോൾ അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ലോപിതാൽ റൂൾ അപ്ലൈ ചെയ്യണം. ലോപിതാൽ റൂൾ അപ്ലൈ ചെയ്യുക വരുന്ന വീണ്ടും ന്യൂമറേറ്ററിനെ 1 - cos x ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 + d/dx 1 - cos x വോൾ ഡിവൈഡഡ് ബൈ d/dx സൈൻ
എക്സ് പ്ലസ് എക്സ് കോസ് എക്സ്. അത് ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും ഞാൻ അങ്ങനെ പറയുന്ന സിറ്റുവേഷൻസിൽ അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത് അല്ലേ. ഇനി ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ എക്സ് എന്നും. ഡിനോമിനേറ്ററിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, കോസ് എക്സ് എന്ന് കിട്ടും. ഇനി എക്സ് കോസ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഒക്കെ വരുമ്പോഴാണ് 2 cos x മൈനസ് എക്സ് സൈൻ എക്സ് എന്ന് കിട്ടുന്നത്. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്ത് വരും, സൈൻ 0 അല്ലേ, സൈൻ 0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 0 മൈനസ് 0 ഇൻറ്റു നമുക്ക് എന്ത് വരും, സൈൻ 0 എന്ന് വരും അല്ലേ. ഇപ്പോൾ സൈൻ 0 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ, 0 വോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 0 എന്ന് പറയുമ്പോൾ വാല്യൂ 1 മൈനസ് 0 ഇൻറ്റു സൈൻ 0 എന്ന് പറയുമ്പോൾ 0 എന്ന് പറയും അല്ലേ. ഇപ്പോൾ എന്ത് വരും, 0 ഡിവൈഡഡ് ബൈ 2, 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് ടേം കേട്ടോ, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ് എക്സ് എന്ന് കിട്ടും. ഇനി പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് നമുക്ക് എന്ത് വരണം, എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞു. എക്സ് കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് സൈൻ എക്സ് പ്ലസ് ഇവിടെ അങ്ങനെ കോസ് എക്സ് അങ്ങനെ തന്നെ ഉണ്ട്, ഇങ്ങനെ അത് എഴുതിയില്ലാന്നല്ലോ, പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് ഫംഗ്ഷൻ ഏതായിരുന്നു, കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 1 വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും കോസ് എക്സ്, ഇവിടെ ഒരു കോസ് എക്സ്, ആ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 കോസ് എക്സ് പിന്നെ മൈനസ് എക്സ് സൈൻ എക്സ്, അങ്ങനെയാണ് അത് എന്ന് പറയുന്നത് 2 കോസ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ട് വന്നത്. ഓക്കെ.